الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ, ഇതാരെയും വിമർശിക്കാനോ അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ചീത്ത പറയാനോ ഉള്ള ആഹ്വാനമല്ല, മറിച്ച് വ്യത്യസ്ത മത വിഭാഗങ്ങൾക്കിടെ സമാധാനപരമായ സഹവർത്തിത്വവും കരുണയും നന്മയും നീതിയും പുലർത്തിക്കൊണ്ട് സ്വന്തം ഇസ്ലാമിക വിശ്വാസത്തിലും മതപരമായ അതിരുകളിലും ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്ത മത വിഭാഗങ്ങളിലുള്ള ആളുകളോട് നീതിയോടെയും മാന്യതയോടെയും സമാധാനപരമായ സഹവർത്തിത്വത്തോടെയും ജീവിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അവരുടെ അവകാശങ്ങൾ മാനിക്കുകയും രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുകയും വേണം. അതേസമയം ഒരു മുസ്ലിമിന് അവൻ്റെ വിശ്വാസവും മതപരമായ സ്വതവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹു പറയുന്നു, അവർ അസത്യത്തിന് സാക്ഷിയാവുകയില്ല. ഇത് സൂറത്ത് ഫുർഖാനിലെ 72-ാം വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച മഹാന്മാരായ സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാന്മാരായ താബി പണ്ഡിതന്മാരിൽ ചിലർ ഈ ആയത്തിലെ അസൂറ, അസത്യം എന്ന പദം മുശ്രിക്കുകളുടെ ആഘോഷങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുശ്രിക്കുകളുടെ ആഘോഷങ്ങൾക്ക് സാക്ഷിയാവുകയില്ല ഒരു മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു ജനതയെ അനുകരിക്കുന്നവൻ അവരിൽ പെട്ടവനാണ്. അതിനാൽ ഒരു പ്രധാന വ്യത്യാസം നാം മനസ്സിലാക്കണം. മറ്റു മതവിഭാഗങ്ങളോട് സമാധാനപരമായി സഹവർത്തിത്വം പുലർത്തുന്നത് ഒന്നാണ്, അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ളവർക്ക് ജാഹിലിയ കാലം മുതൽ ആഘോഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് അവക്ക് പകരം അതിനേക്കാൾ ഉത്തമമായ 2 ദിവസങ്ങൾ നൽകിയിരിക്കുന്നു. അത് അദ്ഹാ ദിനവും ഫിത്ർ ദിനവുമാണ്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ആഘോഷത്തിന് നിങ്ങളെക്കുറിച്ച് അതിൽ ശിർക്ക് ഉണ്ടായിരുന്നതിനാലാണ് ഉപേക്ഷിക്കേണ്ടത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് മുസ്ലിങ്ങൾക്ക് അല്ലാഹു സ്വന്തം ഈദുകൾ നൽകിയതിനാൽ അവ മാത്രമാണ് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ. അതുകൊണ്ട് മുസ്ലിം അല്ലാത്തവരുടെ മതപരമായ ആഘോഷങ്ങളിൽ ശിർക്കില്ലെങ്കിലും അതിൽ പങ്കെടുക്കാൻ പാടില്ല. മതപരമായ ആഘോഷങ്ങളും ആരാധനകളും അള്ളാഹു നിർണയിച്ച കാര്യങ്ങളാണ്. അതിനാൽ നമ്മുടെ ആരാധനയും മതപരമായ ആഘോഷങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഒരു മുസ്ലിമിന് മാന്യമായി പറയാം, നിങ്ങളുടെ അവകാശങ്ങളെ നാം മാനിക്കുന്നു, നിങ്ങളോട് സമാധാനത്തോടെയും നീതിയോടെയും സഹവർത്തിത്തോടെയും ഞാൻ ജീവിക്കും. എന്നാൽ എൻ്റെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല. ഇത് മറ്റുള്ളവരുടെ ആഘോഷം തടയലല്ല, സ്വന്തം മതത്തിൻ്റെ അതിരുകൾ കാത്തു സൂക്ഷിക്കലാണ്. അതിനാൽ മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് നീതിയും കരുണയും നന്മയും മാന്യതയും പുലർത്തട്ടെ, സഹവർത്തിത്വത്തോടെ ജീവിക്കട്ടെ, സമാധാനപരമായ സഹവർത്തിത്വത്തോടെ. അതോടൊപ്പം സ്വന്തം വിശ്വാസവും മതത്തിൻ്റെ അതിരുകളും സംരക്ഷിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.